എന്നാ ശരി ചേച്ചി. ഇതിന്റെ പൈസ എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്തേക്കാം. അതിന് 350 രൂപ മോളെ. കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കിട്ടാ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നാളെ കൊണ്ടുവന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചു തന്ന എന്റെ കഴുത്ത് ശരിയായില്ലെന്ന് ഞാൻ ഈ ചേച്ചിയോട് എങ്ങനെ പറയും? കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചുണ്ടോയ ചുരിദാറ് ഇട്ട് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. നല്ലതായിരുന്ന മോളെ? ആ ആ അത് അടിപൊളി ആയിരുന്നു. പിന്നെ കഴുത്തിന്റെ ഡിസൈൻ ഇല്ലേ, അത് അങ്ങനെ വെക്കണ്ടായിരുന്നു ചേച്ചി. കുറച്ച് മലന്ന് പോയതുപോലെ തോന്നണ്ടായിരുന്നു. ആ അതെനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. മോളോട് ഞാൻ പറഞ്ഞല്ലേ ആ ഡിസൈൻ വെക്കണ്ടെന്ന് കഴുത്തിന്. അതിന് ഞാനെല്ലാ ഡിസൈൻ വെക്കാൻ പറഞ്ഞ് ചേച്ചിയുടെ ഇഷ്ടത്തിന് വെച്ചല്ലേ. ഇനിയിപ്പൊ അത് ശരിയാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ആ വെട്ട് കഷ്ണം നോക്കി എടുത്തേ കത്തിച്ച് കളഞ്ഞ്. അയ്യോ അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ പിന്നെ വെച്ച് കുത്തിയിട്ടേ അഡ്ജസ്റ്റ് ചെയ്ത്. ആണാ? എന്നാ നീയേ നാളെ അതും കൊണ്ടൊന്ന് വാ, ഞാൻ നോക്കട്ടെ. ഏതെങ്കിലും കഷ്ണം ഉണ്ടെങ്കിൽ വെച്ച് തരാം. പക്ഷെ വലിയ മാച്ചൊന്നും ഉണ്ടാവൂലട്ടാ. അയ്യോ അത് കുഴപ്പമില്ല ചേച്ചി, ഞാനത് 2-3 പ്രാവശ്യം വിട്ട്. ഇനിയിപ്പൊ കുഴപ്പമില്ല. നീ ഒന്നേ കുറച്ച് വണ്ണമൊക്കെ വെച്ചാല് ഏത് ചുരിദാർ ഇട്ടാലും ഭംഗിയായിരിക്കും. ഇതിപ്പോ നീ അന്ന് കൊണ്ടുവന്ന തുണി എന്തോരു കഷ്ടപ്പാടായിരുന്നു അറിയോ തയ്ക്കാനായിട്ട്. പിടിച്ചിട്ടും കിട്ടണില്ല, സൂചി ഒടിഞ്ഞു. എന്റെ 4 സൂചിയാണ് ഒടിഞ്ഞു പോയത്. പിന്നെ ആണെങ്കില് നമ്മുടെ വടക്കേലുള്ള സാബിത്ത, പുള്ളിക്കാരി തന്നൊരു ചുരിദാറ്, കഫ്താൻ ചുരിദാറേ എന്നോട് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നിന്റെ തയ്ച്ച്. എന്നിട്ട് പുള്ളിക്കാരി അത് അറിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കണ്ടവാൻ ചീത്തേക്ക് എന്നെ പറഞ്ഞു. തുണി മേടിച്ചുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്നോട് കുഴപ്പമില്ല തയ്ച്ചു തന്നാ മതി എന്ന് പറഞ്ഞ് സോൾവായി പോയി. എനിക്ക് ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചേച്ചി തയ്ച്ചെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ വന്ന് മേടിക്കാൻ വന്നതാ. അപ്പൊ നീയല്ലേ എന്നോട് പറഞ്ഞത് കല്യാണം എങ്ങാണ്ടുണ്ട് ഞായറാഴ്ച, അപ്പൊ ഇടാൻ ചുരിദാറില്ല, അപ്പൊ ഒന്ന് തയ്ച്ചു തന്നോന്നും പറഞ്ഞത്. നീയല്ലേ എന്നെ ഫോൺ വിളിച്ചത്? അയ്യോ ഞാൻ ചേച്ചിനെ വിളിച്ചില്ല, ചേച്ചി എന്നെയാണ് വിളിച്ചത് ചുരിദാർ തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ആരാണെന്നാവോ എന്നെ വിളിച്ചത്? ഞാൻ വിചാരിച്ചു നീയാണെന്ന്. പിന്നെ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ചേഞ്ച് ഇല്ലാത്തോണ്ട് 700 രൂപയാണ് തന്നത്, ബാക്കി തന്നില്ല. ആണോ? അതിന്റെ ബാക്കി ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് തന്നില്ലേ? ഇല്ല തരാന്ന് പറഞ്ഞ്, പക്ഷെ തന്നില്ല. അന്നപ്പോ 700 അല്ലേ ആയത്? ഒരു കുട്ടി ഉടുപ്പും ഒരു ചുരിദാറും തയ്ച്ചിട്ട് 700 അല്ലായിരുന്നു ആയത്? അല്ല 680 ആയിരുന്നു. ഓ 20 രൂപയല്ലേ? എന്നൊരു പണി, അത് കുറച്ച് ഗൂഗിൾ പേ ചെയ്താ മതി. പിന്നെ കൊച്ചിന്റെ ഉടുപ്പിനൊക്കെ ഞാനൊരു ബട്ടൺസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ, അതിനൊക്കെ വേറെ പൈസ ആയിരുന്നു. പിന്നെ ഞാനത് കൂട്ടിയില്ല അന്നേരം. ആണോ? ഓ അത് കുഴപ്പമില്ല, നീ 20 രൂപ കുറച്ചിട്ടാ മതി. ഇനി എങ്ങനെയാ ദൈവം 20 രൂപ കുറച്ചിടുന്നത്? ഇത് കൊടുത്തേക്കാം. എടി വീണേ, നിന്റെ വീടിന്റെ അടുത്തുള്ള ആ സുഷമയില്ലേ, അവൾ എനിക്കൊരു ബ്ലൗസ് തയ്ക്കാൻ തന്നിരുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും തീരും. അപ്പൊ നാളെ രാവിലെ അവളോട് വന്നേക്കാം പറ കേട്ടാ. ഹെമിങ്ങും കൂടിയൊക്കെ ചെയ്യാനുള്ളൂ, കൈയൊക്കെ പിടിപ്പിച്ചൊക്കെ വെച്ചേക്കാണ്. ഞാനാണെങ്കിൽ അവളെ വിളിച്ചിട്ട് കിട്ടണില്ല, നമ്പർ ഇല്ല, നിലവിലില്ലെന്നാ പറയണത്. ഏടിയേ ഓ എടി സുഷമില്ലേ പെണങ്ങി വീട്ടിൽ പോയേക്കെന്ന് പറയണുണ്ടായിരുന്നല്ലോ. അപ്പൊ ബ്ലൗസ് ഒന്നും ഇപ്പൊ ഒന്നും വേണ്ടി വരൂലട്ടാ. ആണോ? ഞാൻ അറിഞ്ഞില്ലട്ടാ. മിനിയാന്ന കിട്ടിയ ന്യൂസാണ് കുടുംബശ്രീക്ക് പോയപ്പാ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് പറയണമെന്ന് ഓർത്താണ്. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പേക്ക് എന്റെ കൊച്ചാപ്പ മരിച്ചേ. അപ്പൊ ഞങ്ങളെയൊക്കെ കൂടി അങ്ങോട്ട് പോയി. എന്നിട്ട് ഇന്നലെ എന്നെ നീ കൊച്ചാപ്പന്റെ വീട്ടിൽ നിന്ന് പോന്നാപ്പാ? ഓ എനിക്കും ഇല്ല, അടുപ്പൊന്നുമില്ലാത്ത കൊച്ചാപ്പനായിരുന്നു. ഞാനൊന്ന് പോയി ഒന്ന് കണ്ടിട്ട് കൊച്ചാപ്പനെ ഒന്ന് കണ്ട് ഇങ്ങോട്ട് പോന്നു. അല്ല അവള് പിണങ്ങിപ്പോയിന്ന് നിന്നോട് ആര് പറഞ്ഞ്? അത് സുധാകരൻ മാമന്റെ മോള് സുമിത, അവൾ ഞങ്ങളുടെ കുടുംബശ്രീയിലാണ്. ഈ പെണ്ണിന് ഇത് തന്നെയാണ് പണി. 2-3 പ്രാവശ്യമായില്ലേ ഇതേപോലെ ഭർത്താവിനോട് പിണങ്ങിയിട്ട് വീട്ടിൽ പോണത്. 2-3 7 തവണ എങ്ങാണ്ട് ഇതേപോലെ പിണങ്ങി പോന്നത്. കല്യാണം കഴിഞ്ഞിട്ടാകെ 3 കൊല്ലം കണ്ടായിട്ടുള്ളൂ.
ഇപ്പൊ പിണങ്ങി പോക്ക് തുടങ്ങിയിട്ട് 7 പ്രാവശ്യമായി. അവിടെ ചെന്ന് കേറുമ്പോഴേ ആങ്ങളെയും അമ്മയൊക്കെ വിളിച്ച് കയറ്റുണ്ടാവും. അതായിരിക്കും അവൾ എപ്പോഴും എപ്പോഴും അങ്ങോട്ട് പിണങ്ങി പോണതേ. അങ്ങനെയാണ് അവളുടെ അമ്മായിമത്തള്ള എന്നോട് ഇന്നാള് പറഞ്ഞതേ. ആ അത് ശരിയാണ്. അല്ലാണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പിണങ്ങി വീട്ടിലോട്ട് പോവോ? ആ മമ്മി കൈന്. ഓ വന്നിട്ട മോനെ. ആ ഞാനിപ്പോ വരാട്ടാ. മോളുടെ കൊച്ചേ കക്കൂസിലിരിക്കുന്നു, കഴിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. ഇടി വീണേ, നീ അല്ലാണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുപോയി തയ്ക്കാനൊക്കെ കൊടുക്കോ? എടി ഇവള് ഫുള്ളൂടായിപ്പാണ്. തയ്പ്പൊന്നും കൊള്ളൂല. ഒരു കൊച്ചിന്റെ കിഴക്കെല്ലാം കണ്ടുള്ള ഒരു കൊച്ചിന്റെ യൂണിഫോമും ഒക്കെ തയ്ക്കാൻ കൊടുത്ത് തയ്ച്ച് മടക്കി തേച്ചൊക്കെ ഇവള് കൊടുത്ത് കൊച്ചി എന്നിട്ട് നോക്കിയപ്പില്ലേ ഒരു കൈയില്ല, പാൻറ്റിന് 3 കാല്. ഞാൻ ടൗണിലാണ് ചേച്ചി തയ്ക്കാൻ കൊടുക്കാറ്. പിന്നെ അവിടെ ചിലപ്പോൾ കൊടുത്താലൊക്കെ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ അവർ തരുള്ളൂ. എനിക്ക് എന്തെങ്കിലും അർജന്റ് ആണെങ്കിലേ അടുത്ത് എവിടെയാണ് ഉള്ളത് അന്വേഷിച്ചപ്പോഴാണ് ചേച്ചിയുടെ കാര്യം പറഞ്ഞത്. സുഷമേന എന്നോട് പറഞ്ഞത് ചേച്ചി നന്നായിട്ട് തയ്ക്കുന്നേ. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തത്. ഈ രമയുടെ തയ്പ്പേ ഒരു സൈസാണ്. ചില നേരത്തൊക്കെ നല്ലതായിരിക്കും, ചില നേരത്ത് ഈ പ്രാന്ത് പിടിച്ച പോലെയാണ്. കണ്ടം കൊണ്ടൊക്കെ എല്ലാവരുടെയും തുണി ഒരുമിച്ച് വെച്ചൊക്കെയാണ് മുറിക്കണ കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ ഒക്കെ കാണാറുണ്ട്. എന്തോ ഉണ്ടെന്ന് തോന്നണം. എനിക്ക് നന്നായിട്ട് തന്നെയാണ് തയ്ച്ചു തരാറ്. പിന്നെ ഇത് ഇട്ട് നോക്കിയില്ല, ചെന്നിട്ട് വേണം ഇട്ട് നോക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നേ. ആ ഈ രമ എത്രയാണ് ചുരിദാറിനൊക്കെ അപ്പം മേടിക്കണത്? അത് 350. എന്റെ തമ്പുരാനെ, 350 രൂപേ! പുള്ളി കുറെ ഉണ്ടാക്കണുണ്ടല്ലോ. പക്ഷെ ടൗണിലൊക്കെ 400-450 വരെയൊക്കെ ഉണ്ട് ചേച്ചി. ടൗണിലൊക്കെ 400 രൂപ കൊടുക്ക, അതൊക്കെ മുതലാണ്, നല്ല പൈസ കുറവാണ്. ഇവളീ ഒരു നൂലും ചുറ്റി കറക്കി ഉണ്ടാക്കണേന് 350 രൂപ എന്ന് പറഞ്ഞ എന്റെ തമ്പുരാനെ, എനിക്ക് കേട്ടിട്ട് എന്തോ പോലെ. ശരിയാണല്ലേ, ഇത്തിരി കൂടുതലാണല്ലേ ചേച്ചി? ആ കൂടുതലാണോന്നാ? കൂടുതലാണ്. 2 രൂപയുടെ നൂല് മതി ഇതൊക്കെ തയ്ക്കാനായിട്ട്. വെറുതെ ഇരുന്നിങ്ങനെ കറക്കി ചുറ്റി വിടണാണ്. എന്നിട്ട് അത് അറിയാനൊന്നും വേണ്ട. വെറുതെ ഞാനൊക്കെ കുടുംബശ്രീക്ക് 2 ദിവസമാണ് ക്ലാസ്സിന് പോയത്. ഞാൻ എൻ്റെ 2 ബ്ലൗസൊക്കെ വെച്ച് ഒരു ദിവസം തയ്ക്കും. ഈ പഴയ സാരിയൊക്കെ വെട്ടിയിട്ടേ ഞാനും തയ്ക്കല് തുടങ്ങിയാലാന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നാലും 350 രൂപ എങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ തോന്നണ്? സത്യം പറഞ്ഞാലേ ഇത്ര അടുത്ത് കിടന്നിട്ടും ഞാൻ ഇതുവരെ ഇവക്ക് തയ്ക്കാൻ കൊടുത്തിട്ടില്ല. ആണോ? ആ എനിക്കറിയാം അവളുടെ തയ്ക്കലൊന്നും അങ്ങനെ ശരിയാവൂലെന്ന്. അതാണ് പിന്നെ ഞാൻ കൊടുക്കാത്തത്. ആണല്ലേ ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തയ്ക്കാൻ കൊടുത്ത നല്ല മാണിക്കാത്തൊരു ചുരിദാർ പീസായിരുന്നു. എൻ്റെ കഴുത്തൊക്കെ മലന്നാകെ നാശമായിപ്പോയി. പിന്നെ ഷോള് വെച്ച് വലിച്ച് കുത്തിയാണ് ഇപ്പൊ ഇട്ട് നടക്കുന്നത്. ആ അതല്ലേ. ആ വെറുതെ എല്ലാവരും കൊടുക്കാത്ത, 1 പ്രാവശ്യം കൊടുത്ത ആൾക്കാർ പിന്നെ കൊടുക്കൂല. കാരണം എന്താണ്? ഇതുപോലത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ ഇന്നാളെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ഒന്നിച്ച് ഇവിടെ ആരെങ്കിലും അടുത്ത് പെട്ടെന്ന് തയ്ച്ചു തന്നെ ഒരു ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ബ്ലൗസിന്റെ കഴുത്ത് കിടന്ന് തീപ്പട്ടയാണ്. എനിക്കതല്ല, എന്നാലും നിങ്ങളെയൊക്കെ നന്നായിട്ട് അറിയണല്ലേ അവള്. ഇത്തിരി പൈസയൊക്കെ ഒന്ന് കുറച്ച് മേടിച്ചൂടെ? ഓ അങ്ങനെയൊന്നുമില്ല ചേച്ചി, ഫുൾ പൈസ കറക്റ്റായിട്ട് ചോദിച്ചു മേടിക്കും. അല്ലെങ്കിൽ അവക്കെ എല്ലാരോടും പൈസ ചോദിച്ച് വാങ്ങാനൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഒരാളോട് അയ്യോ എങ്ങനെ ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. കുടുംബശ്രീന്ന് ലോൺ എടുത്തപ്പോൾ 2000 രൂപ നേടിയെന്ന് എൻ്റെ ഒരു നാത്തൂൻ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് കൊടുത്തു. പിന്നെ അങ്ങോട്ട് എങ്ങനെ ചോദിക്കും എന്ന് ആലോചിച്ചിരുന്നിട്ട് അവള് നാളെ ചത്തും പോയി. പിന്നെ ആരോട് ചോദിക്കാനായിട്ട്? മോക്ക് അവള് ചക്ക തന്നായിരുന്നാ? ഇല്ലല്ലോ. അയ്യോ എന്തോരം ചക്കയാണ് അപ്പുറത്ത്, പഴുത്ത് വീഴാണ്. ഞാൻ ഒരു ദിവസം ചെന്ന് കുറച്ച് ചക്കക്കുരു അതിന്ന് തോണ്ടി കഴിച്ചെടുത്തുമ്പോന്ന്. ചേട്ടൻ ചക്കക്കുരു മാങ്ങയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനതിന്ന് എടുത്തുകൊണ്ട് വന്നു. ആർക്കും കൊടുക്കൂലെന്ന്. അപ്പോ ഇത്ര അടുത്ത് കിടന്നിട്ടും ചേച്ചിക്കും തന്നില്ല അല്ലേ? ഓ തന്നെന്ന് കാണിക്കാൻ വേണ്ടി ഒരെണ്ണം കൊണ്ടുവന്നു. ഇത്ര ഉള്ളൊരു കിടുങ്ങാമണി സാധനം. എന്തിന് നമ്മൾ ചക്ക കാണാത്തതാ? ആഹാ, ഏത് കിടുങ്ങാമണ്ട കാര്യമാണ് പറയണത്?
നമ്മുടെ സുഷമയുടെ കൊച്ചില്ലേ കിടുങ്ങാമണി പോലത്തെ ഒന്നില്ല അങ്ങോട്ട് പഠിക്കണ ഒരു ചെറുത് അതിനിട്ടല്ലേ അത് പോയത് അത് പറഞ്ഞോണ്ടിരിക്കേ. ആ അവള് ഒരു സൈസ് സാധനം തന്നെയാണ് ട്ടാ. പണ്ട് എനിക്ക് അവളറിയാം. ആ അതെ അതെ എനിക്കറിയാം. പണ്ടത്തെ കാര്യം നിനക്ക് ഓർമ്മയില്ലേടി? പിന്നല്ലാതെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ കാര്യമല്ലേ. എനിക്ക് ഓർമ്മയുണ്ട് നല്ല. അന്ന് അവള് പറഞ്ഞത് ഓർക്കണ്ട. എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോഴില്ലേ മോന്തക്കരണം കൊടുക്കാനാണ് തോന്നണത്. അത് മറക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ തന്നെ കുറച്ച് സമയം പിടിച്ചു നിൽക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഇവരുടെ അടുത്ത ടോപ്പിക്ക് പിന്നെ ഞാനായിരിക്കും. വീണേ, നീ എപ്പോഴും രമക്ക് തന്നെയാണോ തയ്ക്കാൻ കൊടുക്കാറ്? ഒരു ദിവസം സുമിയുടെ തയ്യൽ കടയിലെ മാക്കനായാലും മുകളിൽ നിക്കണുണ്ടല്ല, അവിടെയാണോ തയ്ക്കാൻ കൊടുക്കുന്നത്? അത് കൊച്ചിന്റെ യൂണിഫോമേ തയ്ക്കാൻ കൊടുക്കാൻ പോയതാ. ഞാനേ അങ്കമാലിക്ക് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരെയായിരുന്നേ. അവിടെ നിർത്തി ബസ്സിന്ന് പെട്ടെന്ന് ഒരു മിന്നായം പോലെ നിന്നെ കണ്ടത്. നീ ആണാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ ടൈമിൽ തന്നെയായിരുന്നു സുമിയുടെ അവിടെ. ഓ സംശയം തീർത്താണോ? പറയണ്ടായിരുന്നു. ആഹാ അതെന്താണ് വീണേ, നിന്റെ കൊച്ചിന്റെ ഫ്രോക്കൊക്കെ ഞാനല്ലേ തയ്ക്കണത്. അപ്പൊ അതിന്റെ യൂണിഫോം ഞാൻ തയ്ക്കൂലായിരുന്നാ? ഇത് കൊള്ളാട്ടാ ചേച്ചി. അത് അന്ന് പെട്ടെന്ന് തയ്ച്ചു കിട്ടണമായിരുന്നു. അതാണ് സുമി ചേച്ചിയുടെ അടുത്തോണ്ടേ കൊടുത്തത്. അതെന്താണ് മോളെ അങ്ങനെ ഒരു വർത്താനം? ഇവള് വേഗം അങ്ങോട്ട് തയ്ച്ചു തരൂലേ അല്ലേടേ? പിന്നല്ലാണ്ട്. ഇപ്പൊ കയ്യിലിരിക്കുന്ന ചുരിദാർ തന്നെ 2 ദിവസം മുന്നേ തന്നല്ലേ, എന്നിട്ട് ഞാൻ പെട്ടെന്ന് തയ്ച്ചങ്ങോട്ട് തന്നില്ലേ? ഇനിയിപ്പൊ നമ്മളും അങ്ങനെയൊക്കെ തന്നെ കണ്ടാ മതിയല്ല. ചേച്ചി അങ്ങനെ ഒന്നും തോന്നല്ലേ. ഇനി അടുത്ത തവണ തുടങ്ങി എല്ലാം ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുത്തരാം. ഞാനിത് പറഞ്ഞുണ്ട് ഇനിയിപ്പൊ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ നിക്കണ്ട. തയ്ക്കാൻ കൊള്ള സുമിക്ക് കൊടുത്തോ, കുഴപ്പമില്ല. എനിക്ക് ചിലപ്പോ തിരക്കായിരിക്കും, 2 ദിവസം കൊണ്ടൊന്നും തയ്ച്ചു തരാൻ പറ്റൂലേ. എന്നാലും എന്റെ പൊന്നു വീണേ, നമ്മൾ ഈ അടുത്ത് കിടക്കണവരല്ലേ. അപ്പൊ ഇവളുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയണല്ലേ. അപ്പൊ നീയൊക്കെ എന്തോരം ചുരിദാറൊക്കെ തയ്പ്പിക്കണാണ്, അതൊക്കെ ഇവൾക്ക് കൊടുക്ക്. ഇഷ്ടടി. രമച്ചേച്ചിക്ക് തിരക്കായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ. തിരക്കുണ്ടെങ്കിലും അവള് നിനക്ക് തയ്ച്ചു തന്നേനെ അല്ലേ? ഇനിയിപ്പൊ പോട്ടേല്ലേ, കഴിഞ്ഞോയ കാര്യം പറഞ്ഞിട്ട് എന്നാ കാര്യം. അടുത്ത തവണ തുടങ്ങി അവള് നിനക്ക് എന്നെ തയ്ക്കാൻ കൊണ്ടുത്തരുവടി. അതെ അതെ. ഇവിടെ ഈ പരിസരത്തുള്ള എല്ലാവരും എൻ്റെ അടുത്താണ് തയ്ക്കാൻ കൊണ്ടുവന്നത്. ഒരു പ്രാവശ്യം തന്നു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ ഞങ്ങക്ക് വിശ്വാസമാണെന്നും പറഞ്ഞുണ്ട് 10-30 പ്രാവശ്യം വരെയൊക്കെ തന്നവരുണ്ട് തയ്ക്കാനായിട്ടേ. ഇവളൊക്കെ തന്നെ എത്ര പ്രാവശ്യം തയ്ക്കാൻ തന്നിട്ടുണ്ട് എൻ്റെ അടുത്തല്ലേടി? അതെ അതെ. സത്യം പറഞ്ഞാലേ ഇത്ര അടുത്ത് കിടന്നിട്ടും ഞാൻ ഇതുവരെ ഇവൾക്ക് തയ്ക്കാൻ കൊടുത്തിട്ടില്ല. മഞ്ഞ് ഇപ്പൊ ഒരാട്ടാ ആദ്യം വിളിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇടക്കിടക്ക് കണ്ടില്ലെങ്കില് പോരാട്ടാ. എടിയേ, ഭർത്താവിനോട് എന്തൊരു സ്നേഹം. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് അടിയായിരുന്നു രണ്ടും കൂടി. എന്റെ കെട്ടിയോനും ഞാനും കൂടിയാണ് പിടിച്ചു മാറ്റിയത്. എനിക്ക് ഷോൾഡറൊക്കെ വേദന എടുത്തിട്ടും വയ്യായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഭർത്താവ് വിളിച്ചപ്പോഴേക്കും പോണ്. അയ്യോ എന്റെ തമ്പുരാനേ. ഇവളും ഇടക്കിടക്കേ സുമിക്ക് തയ്ക്കാറും കൊടുക്കാറുണ്ട്. അതെനിക്കറിയാം. ഞാൻ പിന്നെ അന്നേരം പറയാൻ ഞാൻ ഇവളാണെങ്കി എത്ര പ്രാവശ്യം തയ്ച്ച പൈസ തരാതിരുന്ന. ഞാൻ പിന്നെ ഇങ്ങനെ ചോദിച്ച് എൻ്റെ ദൈവമേ നാണം കെടും. അത്രയും പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം തന്നത്. പിന്നെ ഈ മുറ്റത്ത് കിടക്കണവരല്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെയും കാണണ്ടല്ലേ. ഞാനതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ക്ഷമിക്കും. എത്ര പ്രാവശ്യം ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ തയ്ച്ച് കിട്ടിയ പൈസ കൊണ്ടല്ലേ ഞാൻ ജീവിക്കണത്. അതൊക്കെ ഇവർക്ക് ആലോചിച്ചുകൊണ്ട് തയ്ക്കാൻ വരുമ്പോ തയ്ച്ച് മേടിക്കാൻ വരുമ്പോ ആ പൈസയും കൊണ്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ പരിപാടി ഉണ്ടാ. ഇതിങ്ങനെ ഒന്നും ഓർക്കൂലെന്നുകൊണ്ടാരും.
ഇല്ല ചേച്ചി, ഞാൻ മറക്കൂല. ഞാൻ ചെന്നിട്ട് അപ്പൊ തന്നെ ചേട്ടന്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്തിടാ. അയ്യോ, നിന്നെല്ലട്ടോ ഉദ്ദേശിച്ചത്. നീ ചെല്ലുമ്പോ തന്നെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് പൈസ ഇടുന്ന് എനിക്കറിയാല്ല. ഞാൻ പൊതുവേ ഉള്ള കാര്യം പറഞ്ഞാട്ടാ. ആ ആ ചേച്ചി എന്തായാലും പോയി. ഇനി സമാധാനായിട്ട് പോവാം. എന്നാ ശരി ചേച്ചി. ആ ആയിക്കോട്ടെ വീണേ. ആ വീണ പോണേണാ? ആ പോണേന്ന് ചേച്ചി. ശരി എന്നാ. എടിയേ. എന്താടി? ഓ, ഇനി എന്നെ പറ്റിയായിരിക്കും പറയാൻ പോണത്. തിരിച്ചങ്ങോട്ട് പോണോ? വേണ്ട, പോവാ.